everyone. വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പുതിയ സാധനമായിട്ട് എത്തിയേക്കുന്നതല്ലേ. അപ്പൊ ഗ്രേപ്സ് കണ്ട് വൈൻ്റെ കുപ്പിയും കണ്ട് അപ്പൊ എന്നായിരിക്കും ഇന്ന് വൈൻ മേക്കിംഗ് ആണ്. ഇവിടെ ഓറഞ്ച് വൈൻ ഒത്തിരി സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഗ്രേപ്സ് വൈൻ ഇടാം. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ക്രിസ്മസിന് ഏതായാലും നമുക്ക് വൈൻ വേണം. അപ്പം പിന്നെ ഗ്രേപ്സ് വൈൻ ഇടാന്ന് വിചാരിച്ചു. ഇപ്പൊ ക്രിസ്മസിന്റെ സീസൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രേപ്സ് എടുത്ത്. ഇനിയും കുറച്ച് വേറെ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. സ്ട്രോബെറി വരുന്നുണ്ട്. വൈൻ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോസുകൾ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പൊ താമസിക്കാണ്ട് തന്നെ നമുക്ക് വൈൻ മേക്കിംഗ് നോക്കാം. നമ്മളിത് ഇവിടെ 1.5 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം. കഴുകി വരുമ്പോൾ ഏകദേശം 1 കിലോയുടെ അടുത്ത് ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് നമ്മള് വൃത്തിയാക്കി ഈവൻ അതിന്റെ തൊണ്ടൊക്കെ പോയി വരുമ്പോ 1 കിലോ കാണുള്ളൂ. 3/4 കിലോ ഒരു പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വൈൻ ഇടാനുള്ള കുപ്പി, പിന്നെ ഈസ്റ്റ്, പിന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ്, പിന്നെ അവിടെ സ്പൈസസ്. അപ്പൊ എന്തൊക്കെയാ സ്പൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കയുണ്ട്, ഗ്രാമ്പു ഉണ്ട്, കറുവപ്പട്ടയുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്ന സാധാരണ ഈസ്റ്റ് ആണ്. ഇതല്ലാണ്ട് തന്നെ നമുക്ക് വൈനിന് വേണ്ടി പ്രത്യേകതരം ഈസ്റ്റ് ഉണ്ട്. വൈൻ ഈസ്റ്റ് എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ ഈസ്റ്റ്, അങ്ങനത്തെ സാധാരണ നമുക്ക് അപ്പത്തിനും കാര്യത്തിനൊക്കെ ഫെർമെന്റേഷൻ ആണ്. അതല്ലാണ്ട് വൈൻ മേക്കിങ്ങിന് തന്നെ പ്രത്യേകതരം ഒരു ഈസ്റ്റ് ഉണ്ട്. അതിന് വൈൻ ഈസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കുക, എവിടെ അവൈലബിൾ എന്ന് നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ആൽക്കഹോൾ ടോളറൻസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗ്രേപ്സിൽ ഇത് മാത്രമേ ചേർക്കുന്നു. ഗ്രേപ്സിലും ഓറഞ്ചും ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഓറഞ്ചിൽ ചേർത്തത്, ഗ്രേപ്സിലും ഇത് തന്നെ ചേർക്കാൻ പോകുന്നത്. ഓറഞ്ച് അത്യാവശ്യം നല്ല ഒരു കുറച്ച് വീര്യം ഉണ്ടായിരുന്നല്ലേ? വീര്യം ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായം. വീര്യം മാത്രമല്ല, ടേസ്റ്റ് ആണ് നമുക്ക് അടിപൊളിയായി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ഡിഫറെന്റ് ആയിരുന്നു. ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാരും വിചാരിക്കും ഓറഞ്ച് ഇടുവോ എന്നൊക്കെ, കയ്പാണെന്ന് കുറെ പേര് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഓറഞ്ച് വൈനായിരുന്നു. ട്രൈ ചെയ്യാം. പിന്നെ ഇത് ഈസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്ത് 2 ടൈപ്പിലുള്ള ഈസ്റ്റ് ഉണ്ട്. ഒന്ന് ഈ ഗ്രാനുൾസ് ടൈപ്പിലെ ഈസ്റ്റും, പിന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇല്ലേ, അത് ചെറിയ തരികള്. അപ്പം ഇത് ഞാൻ എന്നാ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു ഇച്ചിരി വാം വാട്ടറിൽ ഇച്ചിരി പഞ്ചസാരയും ഇതും കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഇത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി നേരം മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാ. മറ്റേ ചെറിയ ഗ്രാനുൾസ്, അതായത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ നമ്മളത് ഇത്തവണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ രീതിയിലാണ് ചെയ്തത്. അത് കണക്ക് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇത്തവണ ഗോതമ്പ് ഇടുന്നത് കിഴി കെട്ടിയാണ്. ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടിരിക്കട്ടെ അല്ലെ. അപ്പം കിഴി കെട്ടിയിട്ടാണ് ഇടുന്നത്. ഇതൊരു പഴയ ഒരു എന്താ പറയാ, പണ്ട് രീതികളിലൊക്കെ ആൾക്കാർ ഇടുന്നായിരുന്നു. അങ്ങനെ ഓറഞ്ച് വൈൻ ഉണ്ടാക്കിയപ്പോൾ ക്രഷ് ചെയ്തിട്ട് നേരെ ജാറിൽ ഇടുമായിരുന്നു. ഇതോടെ നമ്മൾ കിഴി കെട്ടിയാണ് ഇടാൻ പോകുന്നത്. നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ നോക്കുക. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കെമിക്കൽസും പിന്നെ ഈച്ചയൊക്കെ വന്നിരുന്ന് ഒത്തിരി അഴുക്കൊക്കെ ആയതല്ലേ. അപ്പം നമുക്ക് അത് നാട്ടില് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു നല്ലപോലെ ഒരു 8 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അരമണിക്കൂർ അതിനകത്ത് മുക്കിയിട്ടിട്ട് കഴുകിയെടുക്കാം. 5-6 വാട്ടറിൽ, ക്ലീൻ വാട്ടറിൽ അത് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കുറെ വൈൻഡിയാർഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ അത്ര കെമിക്കൽസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയെന്ന് ഉദ്ദേശിച്ച് ന്യൂസിലാൻഡിലാണ്. ഞങ്ങൾ ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇനിയിപ്പം ഏതായാലും അവസരം കിട്ടുമ്പോൾ ഞങ്ങളൊന്ന് വൈൻ മേക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ വൈൻയാർഡും പല ടൈപ്പിലും പല ഫ്ലേവേഴ്സും പല ടൈപ്പിലുള്ള ഗ്രേപ്സ് ഒക്കെ ഉണ്ട്, ഗ്രേപ്പ് വൈൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു 2-3 പ്രാവശ്യം നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഗ്രേപ്സ് നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒട്ടും വെള്ളമില്ലാത്ത കണക്ക് ഇനി ഡ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് പുറത്ത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ലപോലെ ടിഷ്യൂ പേപ്പറിൽ നല്ലപോലെ തുടച്ചെടുത്ത് വെള്ളത്തിന്റെ അംശം കാണല് ആയിക്കഴിഞ്ഞാൽ പൂപ്പലായി പോകും കേട്ടോ. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന തവികളായാലും ഇളക്കാനായാലും കുപ്പിയായാലും ഇട്ട് വെക്കുന്ന കുപ്പിയും അരിച്ചു വെക്കുന്ന കുപ്പിയൊക്കെ എല്ലാം എപ്പോഴും ഡ്രൈ ആയിരിക്കും. നമ്മള് വൈൻ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് പലരും വാറ്റാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാ. വാറ്റ് വേറെ അല്ലേ, ഇത് വൈനല്ലേ, അപ്പൊ അങ്ങനെ വിചാരിക്കുക. അല്ലാണ്ട് ഞങ്ങള് വാറ്റ് ഉണ്ടാക്കുന്നവരൊന്നും അല്ല.
We may be winemakers, beer brewers, but we are not watchers. All done. ഇപ്പൊ സാധനം നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതും കൂടെ ചെയ്ത് വെച്ചേക്കട്ടെ. അതൊരു ഏതായാലും ഒരു 10 മിനിറ്റ് നമുക്ക് ആ ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പൊ ഈസ്റ്റിനകത്ത് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് എടുത്തുന്നിട്ടെ. ഈസ്റ്റ് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട്, ഇപ്പൊ 1 കിലോയുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നത്. 1/2 ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട്, ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. തിളപ്പിച്ചാറിയ ഒരു ചെറിയ ചൂടുണ്ട്, ആ വെള്ളം കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഫെർമെന്റേഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പൊ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗോതമ്പ് എടുത്ത് വെച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കിഴികെട്ടി വെക്കാം. ഈ ഗോതമ്പില്ലാത്തവര് നുറുക്ക് ഗോതമ്പാണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇടിക്ക് എന്നിപ്പോ സാധനം ക്രഷ് ആയിട്ടുണ്ട്, ചെറിയ രീതിയിൽ ക്രഷ് ആയിട്ടുണ്ട്. അധികം ഇല്ലാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുള്ള തുണിയാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അപ്പൊ ഈ തുണിയിലാണ് നമ്മൾ കിഴി കെട്ടാൻ വേണ്ടി പോണത്. അപ്പൊ ഇത് ഇങ്ങോട്ട് ഇട്ട് തരണം പ്ലീസ്. നമുക്കിതൊന്ന് കിഴി കെട്ടി വെക്കാം. ഇത് അഴിഞ്ഞു പോവാത്ത വിധത്തിൽ വേണം നമുക്ക് നല്ലപോലെ കിഴി കെട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ സ്പൈസസ് കൃഷി ചെയ്യുന്നില്ല, സ്പൈസസ് നമ്മൾ അത് കണക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു 2 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 10-15 എണ്ണം ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് ഫ്ലേവേഴ്സിന് വേണ്ടിയല്ലേ. ഫ്ലേവർ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇടാൻ പോണ സ്പൈസസ്. അപ്പൊ നമ്മള് നമ്മുടെ ഗ്ലാസിന്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ കുറച്ചായിട്ട് നമ്മുടെ ഗ്രേപ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ആക്ച്വലി ചിലവരൊക്കെ അത് ക്രഷ് ചെയ്യാണ്ട് ഇടുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ആ നീരൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗറും കൂടെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണി വേണം കേട്ടോ. ഇവിടെ ഭരണി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് കണ്ട ഈ ഓറഞ്ച് റബ്ബർ ഉണ്ട്, സീലിംഗ് ഉണ്ട്, വാഷർ ഉണ്ട്. അത് നമ്മൾ എയർ ടൈറ്റ് ആക്കി ഇരുന്നോളാം. നമ്മുടെ ഗ്രേപ്സ് അപ്പം നമ്മൾ ക്രഷ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ക്രഷ് ആയിട്ടുണ്ട് കേട്ടോ. മുളത്ത് ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കുന്നതാണെങ്കിലും അത് നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണേ. നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, നിങ്ങൾ കണ്ടോ ഈസ്റ്റ് കണ്ടോ നല്ല പോലെ ഫെർമെന്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. പിന്നെ നമ്മുടെ കിഴിയാണ്, കിഴി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റില് നമ്മുടെ വെള്ളം, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത്തെ കണ്ട നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂണാണ്. ഇത് വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അടച്ചു വെക്കാൻ പോവാ. അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പൊ എപ്പോഴും നമ്മൾ ഇളക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ എല്ലാ ദിവസവും നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. അപ്പൊ അതായത് 16ാമത്തെ ദിവസം വരെ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ഇളക്കും. 16ാമത്തെ ദിവസം നമ്മൾ ഇതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ മണ്ണിറക്കാൻ വേണ്ടി വീണ്ടും ഒരു 5 ദിവസം കൂടെ വെക്കും. എന്നിട്ട് 21ാമത്തെ ദിവസം നമ്മൾ വൈനെടുക്കും. അപ്പൊ നമ്മൾ വൈൻ അടച്ചു വെക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഭരണിയിലൊക്കെ ഇടുന്നവര് തുണി വെച്ച് കെട്ടിയിട്ട് നല്ലവണ്ണം അടച്ചു വെക്കുക. അല്ലാതെ ഇതിപ്പോ നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മള് തുണിയൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇരുട്ടുള്ള സ്ഥലത്ത്, അതായത് ഒരു എടുത്ത് വെക്കുക. എന്നിട്ട് ഈ സമയമാകുമ്പോ, അതായത് എല്ലാ ദിവസവും ഈ സമയമാകുമ്പോ എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ദിവസം വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം സെയിം ടൈമിൽ എടുത്ത് സെയിം ഡയറക്ഷനിൽ കിടക്കാം. താൻ ഇവിടെ സെറ്റ് ആവട്ടെ. ആശാനും വിശ്രമിക്കാൻ കുറച്ച് സമയം കൊടുക്കുക. നല്ല
അടിപൊളിയായിട്ട് വാ. 16ാമത്തെ ദിവസം അരിച്ചെടുക്കണം. 16ാം ദിവസം അരിച്ചെടുക്കുന്ന 21ാം ദിവസം നമുക്ക് വൈൻ കുടിക്കാം. ക്രിസ്മസിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗ്രേപ്പ് വൈൻ്റെ ഇന്ന് 7th ഡേ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇത് സെയിം ടൈമിൽ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പൊ 7th ഡേ 7th ഡേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാ കേട്ടോ. അത് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ 16th ഡേയിലെ ഇത് അരിച്ചെടുക്കുന്നു. ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്ന് പിടിച്ചു തരുമോ? വൈ നോട്ട്. അടിഭാഗമൊക്കെ നല്ലപോലെ ഇളകുന്ന കണക്ക് ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇളകി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ആ കിഴി കെട്ടി എടുത്തേക്കുന്നതുകൊണ്ടല്ലോ നടുവിലത്തെ ഭാഗത്ത് ഇതിങ്ങനെ കിടന്ന് കളിക്കുക. അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സെയിം ഡയറക്ഷനിൽ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക. 2nd ഡേ മുതൽ 16th ഡേ വരെ അല്ലേ? നല്ല സ്മെല്ല് ഇപ്പോഴേ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് 16ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 16ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മുടെ ഗ്രേപ്പ് വൈൻ ഇട്ടിരുന്നില്ലേ, അത് നമ്മൾ ഇന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മൾ ഇന്ന് അരിച്ചെടുത്ത്, അതായത് ഇന്ന് 16ാമത്തെ ദിവസം, ഇനി 5 ദിവസം കൂടെ നമ്മൾ അരിച്ചെടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കും. എന്നിട്ട് 21ാമത്തെ ദിവസമാണ് നമ്മൾ വൈൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 21ാം ദിവസം. ഇന്ന് 15ാം ദിവസം നമ്മൾ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് 5 ദിവസം കൂടെ മട്ടടിയാൻ വേണ്ടി വെക്കും. നമ്മൾ അരിക്കാനായിട്ട് ഒരു തോർത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു തോർത്ത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ, ആ മൂവില് അതിന്റെ ഗ്യാസ് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കുവാണേ. ഇച്ചിരി ഞാൻ താത്തി പിടിച്ചോട്ടോ, ലൂസാക്കി പിടിച്ചോ. അപ്പൊ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പിടിച്ച് മോളിന്ന് പിടിച്ചിട്ട് അവിടെ കൂട്ടി പിടിക്കുക, കിഴിയാക്കി പിടിച്ച് നമ്മള് നമ്മളെ കൈയൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. എന്ത് സാധനം ഇതിനെ യൂസ് ചെയ്യുമ്പോ ആദ്യം ചെന്ന് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ കിഴി ഇങ്ങെടുക്കാം. എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞ് എടുക്കണം. ഇതാണ് നമ്മുടെ കിഴി. ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. അച്ഛൻ വായിലോട്ട് വേണ്ടിയുള്ള പ്ലാൻ. അപ്പൊ നമുക്കിത് നമ്മുടെ കുപ്പിയിലോട്ട് ആക്കി വെക്കാം. നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 5 ദിവസം വെക്കണം, മട്ടടിയാൻ വേണ്ടി. അപ്പൊ ഇത് ഒടിച്ചു തുടങ്ങിയാലോ? നല്ല കളറുണ്ടല്ലേ അച്ചു? അപ്പൊ വൈനെല്ലാം അരിച്ച് നമ്മളൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഡാർക്ക് പ്ലേസിൽ വെക്കും. ഒരു 5 ദിവസം കൂടെ ആ ഒരു ഉള്ള മട്ടൊക്കെ അടിഞ്ഞു കെട്ടിട്ട് ഇളക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് എടുത്ത് വെക്കുക. 5 ദിവസത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 21ാമത്തെ ദിവസം എടുത്ത് നമുക്ക് വേറെ കുപ്പിയിലാക്കി മാറ്റാം. അപ്പൊ ഇനി ഒരു 5 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഞങ്ങൾ 21ാമത്തെ ദിവസം നമുക്ക് കാണാം. അപ്പൊ 21ാമത്തെ ദിവസം നമ്മൾ ഗ്രേപ്പ് വൈൻ ഇട്ടിട്ടായിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 21ാമത്തെ ദിവസം നമ്മൾ ബോട്ടിൽ അനക്കാതെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മട്ട് അടിയിൽ നമുക്ക് കാണാമല്ല, അങ്ങനെയൊന്നും അല്ലേ, ചെറുതായിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ് കളർ കിടുവല്ലേ. നമുക്കിത് ബോട്ടിലോട്ടാക്കാം. അപ്പൊ നമ്മുടെ ബോട്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മട്ട് നനക്കാണ്ട് നമ്മള് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ചോർപ്പുണ്ട്, ടേസ്റ്റ് ചെയ്യണം. അതിന്റെ സന്തോഷമാണ്. ഹാപ്പി ആയിരിക്കും. നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പഴേ മയങ്ങി വീഴാന്നാ തോന്നുന്നത്. ക്രിസ്മസ് വരെ പോയാ മതിയായിരുന്നു. അപ്പൊ നമ്മള് പയ്യെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അടിപൊളി കളർ. 3/4 വരെ വെച്ചാൽ മതിയെ. അവിടെ നിൽക്കട്ടെ. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചേക്കാം. ഓൾ ഗുഡ്. നെക്സ്റ്റ് പോരട്ടെ.
അപ്പോൾ കുറച്ച് മട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് അങ്ങനെ വെച്ചേക്കുക. ഇപ്പം നമുക്ക് നല്ല സാധനം എടുത്താൽ നോ മാച്ച്. 2 ബോട്ടിൽ ഇടുന്നു, പഴയ പോലെ തന്നെ ഓറഞ്ച് വൈൻ പോലെ തന്നെ 2 ബോട്ടിൽ. ഇപ്പോഴും ഒരു ബോട്ടിൽ 3 വാങ്ങിച്ചാൽ ഒരെണ്ണം എപ്പോഴും മാറിയിട്ടുണ്ട്. വൈൻ ഗ്ലാസ് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വാണ്ടിറ്റി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി, ക്രിസ്മസ് വരെ ഓടില്ല. അതുകൊണ്ട് കുറച്ച് മതി. ഇപ്പൊ നമ്മുടെ ഗ്രേപ്പ് വൈൻ നമ്മള് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വളരെ വെമ്പി നിൽക്കുകയാണ് ഒരാള്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പ്രധാന പരിപാടിയിലേക്ക്, കർമ്മത്തിലേക്ക് കിടക്കാം. ഓൾ ഗുഡ്. അപ്പൊ ചിയേഴ്സ് ആൻഡ് മേരി ക്രിസ്മസ് ടു എവരിബഡി. നല്ല സ്മെൽ കേട്ടോ. ഈ കല്യാണത്തിനൊക്കെ ഫംഗ്ഷനൊക്കെ കിട്ടുന്ന സെയിം, ആ കേക്കിനൊക്കെ ഇല്ല ഫംഗ്ഷൻസ് കിട്ടുന്ന സെയിം സാധനം. ഞാൻ എങ്ങനെ വൈൻ കുടിക്കാറില്ല, പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ദിസ് വൺ, ഇത് ഓറഞ്ചിനെക്കാളും കുറച്ചും കൂടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന്. അതെ, എനിക്കൊന്ന് ഗ്രേപ്പ് വൈൻ. അപ്പം ശരിക്കും ഗ്രേപ്പ് വൈൻ അല്ലേ? ഗ്രേപ്പ് വൈൻ തന്നെയാ മുമ്പിൽ. അവന്റെ കളറും രുചിയും കിടിലം. ക്രിസ്മസ് വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതായാലും നമ്മുടെ ഇത്തവണത്തെ ഗ്രേപ്പ് വൈൻ ഏതായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ പൊളിക്കും അല്ലേ, തകർക്കും. നമ്മള് ക്രിസ്മസ് ട്രീ വെച്ചു, വൈൻ റെഡിയായി, കേക്ക് വരുന്നുണ്ടോ, ഇനി അതൊക്കെ പിള്ളേര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. കാരണം ഞങ്ങൾ പുൽക്കൂടൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് വന്നിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പിള്ളേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാരണം നെക്സ്റ്റ് വീക്കും കൂടെ ഉള്ള അവരുടെ സ്കൂള്, അത് കഴിഞ്ഞ് ഹോളിഡേസ് തുടങ്ങും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. അന്നിപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് അതെല്ലാം ചെയ്തെടുപ്പം ക്രിസ്മസിന്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ്, അതായത് സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞു എല്ലാവരും നല്ലപോലെ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക, തകർക്കുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും വൈനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇത് അടിപൊളിയാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ഇത് അറിയണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും കമന്റ്സും കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.